ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും രാജ്യത്തെ എണ്ണ വിതരണവും ഗാർഹിക LPG വിതരണവും സാധാരണ നിലയിലെന്ന് കേന്ദ്ര സർക്കാർ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ കേരളത്തിൽ 3 മുന്നണികളിലെയും ഒട്ടേറെ പ്രമുഖർ പത്രിക സമർപ്പിച്ചു. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാൻ മറ്റന്നാൾ വരെ അവസരം. ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട കേസിൽ പ്രതി സന്ദീപിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ച് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FCയെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും രാജ്യത്തെ എണ്ണ വിതരണവും ഗാർഹിക LPG വിതരണവും സാധാരണ നിലയിലാണെന്ന് കേന്ദ്ര സർക്കാർ. LPG പ്രതിദിന ബുക്കിംഗ് 89 ലക്ഷം വരെ ആയിരുന്നത് 55 ലക്ഷമായി കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 13,700 പുതിയ PNG കണക്ഷനുകൾ നൽകി. LPGയിൽ നിന്ന് 7,300 പേർ PNGയിലേക്ക് മാറിയിട്ടുണ്ടെന്നും പെട്രോളിയം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. സിലിണ്ടറുകളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാൻ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലായി 4,500 റെയ്ഡുകൾ നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദൃശ്യ സമൂഹ മാധ്യമങ്ങളിൽ നൽകുന്ന രാഷ്ട്രീയ പരസ്യങ്ങളുടെ സാക്ഷ്യപ്പെടുത്തൽ, പെയ്ഡ് വാർത്തകളുടെ നിരീക്ഷണം എന്നിവ സംസ്ഥാന തലത്തിൽ അഡീഷണൽ CEO അധ്യക്ഷനായ 4-അംഗ കമ്മിറ്റി നിർവഹിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കുന്ന കേരളം, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കും. 24-നാണ് സൂക്ഷ്മ പരിശോധന. 26 വരെ പത്രിക പിൻവലിക്കാം. വോട്ടെണ്ണൽ മെയ് 4 നടക്കും. തിരുവനന്തപുരം നേമം നിയമസഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വട്ടിയൂർക്കാവിൽ UDF സ്ഥാനാർത്ഥി K മുരളീധരനും കഴക്കൂട്ടത്ത് NDA സ്ഥാനാർത്ഥി V മുരളീധരനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ചിറയൻകീഴ് നിയമസഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും നാമനിർദ്ദേശ പത്രിക നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ ഇടതുമുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുധീർ കരമനയെ പ്രഖ്യാപിച്ചു. കണ്ണൂർ പേരാവൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജ പത്രിക സമർപ്പിച്ചു. കണ്ണൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി C രഘുനാഥ് ഇന്ന് വൈകിട്ട് 3 മണിക്ക് പത്രിക സമർപ്പിക്കും. പേരാവൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി സണ്ണി ജോസഫും ഇന്ന് പത്രിക നൽകും. കോഴിക്കോട് ബേപ്പൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസ് പത്രിക സമർപ്പിച്ചു. പേരാമ്പ്ര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ പത്രിക നൽകി. കോഴിക്കോട് നോർത്ത് UDF സ്ഥാനാർത്ഥി K ജയന്ത് അല്പസമയം മുൻപ് പത്രിക നൽകി. കൊയിലാണ്ടിയിൽ UDFനായി K പ്രവീൺകുമാർ, കുന്നമംഗലത്ത് UDF സ്ഥാനാർത്ഥി MA റസാഖ് എന്നിവരും ഇന്ന് പത്രിക നൽകും. NDAയ്ക്കായി പേരാമ്പ്രയിൽ M മോഹനൻ, കുറ്റ്യാടിയിൽ രാമദാസ് മണലേരി എന്നിവരും ഇന്ന് പത്രിക സമർപ്പിക്കും. പാലക്കാട് ജില്ലയിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന നിയോജക മണ്ഡലങ്ങളിലൊന്നാണ് മലമ്പുഴ. 3 മുന്നണി സ്ഥാനാർത്ഥികളും സജീവമായതോടെ മണ്ഡലത്തിലെ പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിലായിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLAയുമായ A പ്രഭാകരൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF സ്ഥാനാർത്ഥി A സുരേഷ് തിങ്കളാഴ്ച പത്രിക സമർപ്പിക്കും. NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന ഉപാധ്യക്ഷനുമായ C കൃഷ്ണകുമാറും തിങ്കളാഴ്ചയാണ് പത്രിക സമർപ്പിക്കുന്നത്. 2 മുൻ മുഖ്യമന്ത്രിമാർ പ്രതിനിധീകരിച്ചിട്ടുള്ള മലമ്പുഴയിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും NDAയാണ് രണ്ടാമതെത്തിയത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ PA ആയിരുന്ന A സുരേഷ് കോൺഗ്രസിൽ ചേരുകയും സ്ഥാനാർത്ഥിയാകുകയും ചെയ്തതോടുകൂടി മലമ്പുഴയിലെ മത്സരവും ചൂടുപിടിച്ചിരിക്കുകയാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാൻ മറ്റന്നാൾ വരെ സമയം. voters.eca.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം.
ഇന്ന് രാവിലെ വീട്ടിൽ നിന്നും കാണാതാവുകയും പിന്നീട് മൊഗ്രാൽ പുഴക്കടവത്ത് അവശനിലയിൽ കാണപ്പെടുകയും ചെയ്ത BLO മരിച്ചു. മൊഗ്രാൽ പുത്തൂർ സ്വദേശിയും ചേർക്കള സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനുമായ സവാദാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട കേസിൽ പ്രതി കുടവട്ടൂർ സ്വദേശിയും അധ്യാപകനുമായ സന്ദീപിന് ജീവപര്യന്തം ശിക്ഷ. വിവിധ കുറ്റങ്ങൾക്കായി ആകെ 30 വർഷം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പ്രതിക്ക് കടുത്ത ശിക്ഷ വാങ്ങി നൽകുന്നതിനായി നിയമ പോരാട്ടം തുടരുമെന്നും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും വന്ദനയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന ചൂട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വിശദാംശങ്ങളിലേക്ക്. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. ഈ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. അൾട്രാവയലറ്റ് സൂചിക ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഉത്സവ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. മറ്റന്നാളാണ് കൊടിയേറ്റ്. അന്നേ ദിവസം ഉച്ചപൂജയ്ക്ക് ശേഷം നടക്കുന്ന ഉത്സവ ബലിയും അത്താഴ പൂജ കഴിഞ്ഞുള്ള ശ്രീഭൂത ബലിയുമാണ് പ്രധാന ചടങ്ങുകൾ. 31-നാണ് പള്ളിവേട്ട. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ നിന്നും ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റിയിലേക്കുള്ള ജലസേചന പൈപ്പ് കണക്ഷന്റെ ഭാഗമായി നാളെ ഓൾഡ് ഹാർബർ പാലം അടച്ചിടും. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ പാലം വഴിയുള്ള ഗതാഗതവും നിരോധിച്ചിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FCയെ നേരിടും. കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30-നാണ് മത്സരം. ലക്ഷദ്വീപിൽ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. രാവിലെ ഖത്തീബ് മുഹമ്മദ് സഖാഫിയുടെ നേതൃത്വത്തിൽ കവരത്തി ജുമാ മസ്ജിദിൽ പെരുന്നാൾ നിസ്കാരം നടന്നു. ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്നും ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കായി നിലകൊള്ളണമെന്നും അദ്ദേഹം വിശ്വാസികളെ ആഹ്വാനം ചെയ്തു. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന ബോട്ട് മുങ്ങി. ബോട്ടിലുണ്ടായിരുന്ന 7 തൊഴിലാളികളെ ഇതര ബോട്ടുകളിലെ തൊഴിലാളികൾ ചേർന്ന് രക്ഷപ്പെടുത്തി. ബോട്ട് കെട്ടിവലിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും വെള്ളം കയറി ചെരിഞ്ഞതോടെ ശ്രമം ഉപേക്ഷിച്ചു. ദുര്യോധന ക്ഷേത്രമായ കൊല്ലം പോരുവഴി പെരുവിരുത്തി മലനട ക്ഷേത്രത്തിൽ മലക്കുട ഉത്സവത്തിന് കൊടിയേറി. ഈ മാസം 27-നാണ് മലക്കുട മഹോത്സവം. നാളെ വൈകിട്ട് മലക്കുട സമ്മേളനം മുൻ അംബാസിഡർ TP ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്യും. മലയപ്പൂപ്പൻ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് സമ്മാനിക്കും. കൊല്ലം കാവനാട് 16 കിലോയിലധികം കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായി. കല്ലുവാതുക്കൽ നടക്കൽ സ്വദേശി അരുണനാണ് പിടിയിലായത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ അളവിൽ കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് അരുണൻ എന്ന് എക്സൈസ് പറഞ്ഞു. കൽപ്പറ്റ എടഗുനിയിൽ ജീപ്പ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് യുവാവ് മരിച്ചു. തരിയോട് 10-ാം മൈൽ കാരക്കൽ ജിനീഷാണ് മരിച്ചത്. ഇന്നലെ രാത്രി 8:30-യോടെയാണ് ജിനീഷ് ഓടിച്ച ജീപ്പ് അപകടത്തിൽപ്പെട്ടത്. ഉടൻ തന്നെ ആദ്യം കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴിമധ്യേ മരണപ്പെട്ടു. വയനാട് വാഴവറ്റ ഊരപ്പാക്കുന്നിൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്ത്. ഭീതിയിലായി പ്രദേശവാസികൾ. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടപടികൾ തുടങ്ങി. കാട്ടുപോത്ത് വാഴവറ്റ മലങ്കര ഭാഗത്തെ എസ്റ്റേറ്റിലേക്ക് കയറിയതായി നാട്ടുകാർ പറഞ്ഞു. മുൻപും വാഴവറ്റ ടൌണിന് സമീപവും പരിസരങ്ങളിലും ഭീഷണിയായി കാട്ടുപോത്ത് സാന്നിധ്യമുണ്ടായിരുന്നു. ഇന്ന് അന്താരാഷ്ട്ര വനദിനം. നമ്മുടെ ജീവിതത്തിൽ വനങ്ങളുടെയും വനപ്രദേശങ്ങളുടെയും മരങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനാണ് മാർച്ച് 21 ലോകമെമ്പാടും അന്താരാഷ്ട്ര വനദിനമായി ആചരിക്കുന്നത്. 2012 നവംബർ 28-നാണ് ഐക്യരാഷ്ട്രസഭ പൊതുസമ്മേളനം മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനമായി പ്രഖ്യാപിച്ചത്. വനവും സമ്പദ് വ്യവസ്ഥയും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും രാജ്യത്തെ എണ്ണ വിതരണവും ഗാർഹിക LPG വിതരണവും സാധാരണ നിലയിലെന്ന് കേന്ദ്ര സർക്കാർ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ കേരളത്തിൽ 3 മുന്നണികളിലെയും ഒട്ടേറെ പ്രമുഖർ പത്രിക സമർപ്പിച്ചു. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാൻ മറ്റന്നാൾ വരെ അവസരം. ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട കേസിൽ പ്രതി സന്ദീപിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ച് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FCയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.